തിരുവാഭരണ ഘോഷയാത്ര വരുമ്പോൾ 18-ാം പടി കയറി പോകുന്നു. ആ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി 18-ാം പടി ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഇവിടെ നിൽക്കുന്ന ഭക്തർ ഓരോരുത്തരും, അതായത് നേരത്തെ നമ്മൾ ഈ വലിയ നടപ്പന്തലിന്റെ ഭാഗത്തൊന്നും ഭക്തരെ പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം വലിയ നടപ്പന്തലിന്റെ 2 ഭാഗത്തായി ഭക്തരെ നിർത്തിയിട്ടുണ്ട്. അവർ ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു വഴി ഒരുക്കിയതിനു ശേഷം, നേരത്തെ നമ്മൾ കണ്ടതാണ്, ആ വഴിയൊക്കെ വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുന്നതും കഴുകി വൃത്തിയാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് ഇരുവശത്തായിട്ട് ഭക്തരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ നടപ്പന്തലിന്റെ 2 ഭാഗത്തായിട്ട് ഭക്തർ നിൽക്കുകയാണ്. അവർക്ക് നടുവിലൂടെയായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്നത്. ആ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ പോയവർ ഇപ്പോൾ ശരംകുത്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരംകുത്തിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. നമുക്കറിയാൻ സാധിക്കുന്നത് 6:15 കഴിഞ്ഞയുടൻ, 6:15 കഴിഞ്ഞയുടൻ തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടി കയറി അകത്തേക്ക് സന്നിധിയിലേക്ക് പോകണം എന്നുള്ളതാണ്. തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം വന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതാണ്. 6:15 കഴിയുമ്പോൾ തിരുവാഭരണ ഘോഷയാത്ര സന്നിധിയിൽ എത്തിക്കണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ വേഗത്തിലാണ്. അതിവേഗത്തിൽ ആ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്ക് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശരണമന്ത്രങ്ങളാൽ, ഭക്തരുടെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷമായിരിക്കും. ഇരുഭാഗത്തും നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ മുഖത്ത് സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആവർത്തിച്ച് അവർ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ആ ഒരു കാഴ്ച നമുക്ക് കാണേണ്ട ഒരു അനുഭവം തന്നെയാണ്. ഇരുവശത്തും നിൽക്കുന്ന ഭക്തർക്കിടയിലൂടെ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലൂടെ കടന്നു വരുന്ന ആ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി നമ്മളും പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്കത് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ആ വലിയ നടപ്പന്തൽ കഴിഞ്ഞു വരുമ്പോഴുള്ള പടിക്കെട്ട് കയറി ആലിന്റെ ചുവട്ടിലൂടെ കടന്ന് 18-ാം പടിക്ക് ചുവട്ടിലെത്തി 18-ാം പടിയിലൂടെ കയറിപ്പോകുന്ന ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പോലീസിന്റെ അകമ്പടി ഉണ്ട്. ഒപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ പോയവരുടെ അകമ്പടിയുണ്ട്. ഒപ്പം ഭക്തരുടെ നടുവിലൂടെ ആ തിരുവാഭരണ ഘോഷയാത്ര വരുന്ന ആ ദൃശ്യം കാണാനുള്ള കാത്തിരിപ്പിലാണിനി. ഹരിയാണ് 18-ാം പടിയിൽ നിന്നുള്ള കാഴ്ചകൾ പങ്കുവയ്ക്കുന്നത്. ശബരിമല സന്നിധാനം തിരുവാഭരണം സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. മകരവിളക്ക് ദർശനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. സമയം ഇപ്പോൾ 5:48 ആയിരിക്കുന്നു. ഇനിയുള്ള ഓരോ നിമിഷവും ശബരിമല സന്നിധിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വേഗത്തിൽ അനുഷ്ഠാന കർമ്മങ്ങൾ നടക്കുന്ന സമയമാണ്. തിരുവാഭരണം ശരണവിളികളോടെ 18-ാം പടി കയറി പോകുന്നത് തന്നെ ഒരു കാഴ്ചയാണ്. ഒരുപാട് ഭക്തർ അതിനോട് ഒപ്പം അനുഗമിക്കുന്നുണ്ട്. ഒപ്പം കൃത്യമായി സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് മകരവിളക്ക് ദർശനത്തിനായി. ദയവായി അവിടെ തന്നെ നിന്ന് മകരവിളക്ക് കാണാനുള്ള ഒരു ശ്രമം എല്ലാവരും നടത്തണമെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ പലപ്പോഴും ആവർത്തിക്കും. നേരത്തെ ശ്രീജിത്തും അദ്ദേഹമൊക്കെ സൂചിപ്പിച്ചത് പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ ദയവായി എല്ലാവരും പാലിക്കുക. പുൽമേട് അടക്കമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി നേരത്തെ തന്നെ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരുന്നു. കൃത്യമായി അവിടെ താങ്ങാവുന്ന നിലയ്ക്കുള്ള ആളുകളെയാണ് അവിടെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ശബരിമല ദർശനവും അയ്യപ്പനെ കണ്ട് ഒപ്പം മകരവിളക്ക് ദർശനവും തിരുവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന അയ്യപ്പനെയും തൊഴുത് മടങ്ങുന്നവർ ആ ഒരു തിരക്കിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി മലയിറങ്ങണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സവിശേഷമായ ദിവസത്തിൽ നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് സ്വാഭാവികമായിട്ടും മകരവിളക്ക് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യമില്ല. അതിന് ടെലിവിഷൻ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് മാതൃഭൂമി ന്യൂസിലൂടെ കൃത്യമായി ആ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ശബരിമല സന്നിധാനത്ത് നിന്ന് അയ്യപ്പൻ്റെ ചൈതന്യം എങ്ങനെയാണോ വാക്കുകളിലൂടെ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്താൻ, അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. നമുക്കൊപ്പം തുടരുക. മനോഹരമായ കാഴ്ചയാണ് ഈ കാഴ്ച എന്നത്. വെറും ഒരു തത്സമയ കാഴ്ച എന്നതിലുപരി നമ്മളിലുള്ള നന്മകളെ പുറത്തെടുക്കാനും നമ്മളിലുള്ള തിന്മകളെ അകറ്റിക്കളയാനുമുള്ള ഒരു ശ്രമമായി, ഒരു നമ്മളെ ഒന്ന് റിജുവനേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമായി, ഒന്ന് പരിപോഷിപ്പിക്കാൻ, ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് ഓരോ മകരവിളക്ക് മഹോത്സവത്തെയും കാണുന്നത്.